ഈ മാർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 122/2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ എക്സാമിനേഷനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച 10 ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0.5 into 0.05 into 0.005 into 50 into 500. ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, 0.5 എന്ന് പറയുന്നതിനെ നമുക്ക് 5/10 എന്ന് എഴുതാം. 0.05 എന്ന് പറയുന്നതിനെ 5/100 എന്ന് എഴുതാം. 0.005 എന്ന് പറയുന്നതിനെ 5/1000 എന്ന് എഴുതാം. ദെൻ 50നെ നമുക്ക് എന്ത് എഴുതാം? 5 into 10 എന്ന് എഴുതാം. 500നെ നമുക്ക് 5 into 100 എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 10ഉം ഈ ഒരു 10ഉം ക്യാൻസൽ ആയി പോയി. 100ഉം 5/1000 ആണ്. സോറി, 0.005ന് 5/1000 ഒരു 0 മിസ്സിംഗ് ആയിരുന്നു. 100ഉം 100ഉം ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? 5 into 5 into 5 into 5, that is 5 raised to 5 divided by 1000. 5 raised to 5 എന്ന് പറയുന്ന 3125 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 3.125. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് 1 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ നമുക്ക് 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ നമുക്ക് 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു 10ന്റെ പവർ ഉണ്ട്, ഇവിടെ നമുക്ക് 10ന്റെ 2 പവർ ഉണ്ട്. കറക്റ്റ്, 10ന്റെ 2 പവർ ഉണ്ട്. സോ 10ന് 2 പവർ ഉണ്ട്. സോ ഇതിനെ നമ്മൾ +1 ആയിട്ടും ഇതിനെ നമ്മൾ +2 ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഡെസിമൽ പ്ലേസ് കുറവുള്ളതിനെ -1 -2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തം കൂട്ടി എന്ത് ചെയ്യും? ഒരു -1ഉം ഒരു +1ഉം ക്യാൻസൽ ആയിപ്പോയി, ഒരു -2ഉം ഒരു +2ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി -3 ഉണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ആ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണോ അതിനകത്ത് 3 ഡെസിമൽ പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ നമ്പർ ഏതാ? 5 തന്നെ. 5 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3125. 3 ഡെസിമൽ പ്ലേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 3.125 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%, ബൈ വാട്ട് ഫ്രാക്ഷൻ മസ്റ്റ് ഇറ്റ്സ് കൺസംഷൻ ബി റെഡ്യൂസ്ഡ് സോ ആസ് ടു കീപ് ദ സെയിം എക്സ്പെൻഡിച്ചർ ഓൺ കൺസംഷൻ? അതായത് ഒരു സാധനത്തിന്റെ വില 50% കൂടി, അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻ കുറയ്ക്കണം? എന്തിന്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സെയിം ആയിട്ടിരിക്കാനായിട്ട്. നമുക്കറിയാം പ്രൈസിനെ കൺസംഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സ്പെൻഡിച്ചർ കിട്ടുക. സോ ആദ്യമേ ഉള്ള പ്രൈസ് എന്ന് പറയുന്ന പി ആണെന്ന് വിചാരിക്കുക, കൺസംഷൻ സി ആണെന്ന് വിചാരിക്കുക. പ്രൈസ് എന്ത് സംഭവിച്ചു? 50% കൂടി. സോ പ്രൈസ് ബിക്കം 150/100 ഇൻറ്റു പി. പ്രൈസ് എന്ന് പറയുന്നത് 50% കൂടി. ദെൻ എന്ത് സംഭവിച്ചു? കൺസംഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു. കൺസംഷൻ ഉറപ്പായിട്ടും കുറയണം. സോ നമുക്കതിനെ സി ഡാഷ് എന്ന് കൊടുത്താൽ ഈ ഒരു പിയും ക്യാൻസൽ ആയിപ്പോയി. 150 100നെ നമ്മൾ 50 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3/2 എന്ന് കിട്ടും. അതായത് കൺസംഷൻ ഡാഷ് എന്ന് പറയുന്നത് കൺസംഷൻ ഇൻറ്റു 2/3. അതായത് ഇനീഷ്യൽ കൺസംഷന്റെ 2/3 പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഫൈനൽ കൺസംഷൻ എന്ന് പറയുന്നത്. ഇനിഷ്യൽ കൺസംഷൻ 2/3 പാർട്ട് ആയി എന്ന് പറഞ്ഞാൽ കൺസംഷൻ 1/3 പാർട്ട് കുറഞ്ഞു എന്നാണ് അർത്ഥം. ഇവിടെ ചോദിച്ചിരിക്കുന്ന എത്ര ഫ്രാക്ഷൻ കുറഞ്ഞു എന്നാണ്? കുറഞ്ഞിരിക്കുന്ന 1/3 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. On a certain sum of money, the compound interest for 2 years is 304.5 and the simple interest for the same period is 290. What rate of interest per annum? അതായത് ഒരു സെർട്ടൈൻ മണിയുടെ കൂട്ടുപലിശ 2 വർഷത്തേക്ക് 304 രൂപ 5 പൈസയും സിമ്പിൾ സാധാരണ പലിശ എന്ന് പറയുന്നത് 2 വർഷത്തേക്ക് 290 രൂപയുമാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. സോ ബേസിക്കലി നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെന്ന് വിചാരിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ആണെങ്കിൽ R/100 ഇൻറ്റു എത്ര വർഷത്തേക്ക്? 2. PNR/100 എന്ന് പറയുന്നത് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്ര കിട്ടി? 290 എന്ന് കിട്ടി. നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ 50 കിട്ടും. 290 ഇൻറ്റു 50 പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വന്നു? 14,500 എന്ന് വന്നു. 14,500 എന്ന് വന്നു. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനേക്കാൾ നമ്മൾ ഇയർ ബൈ ചെയ്യുവാണെങ്കിൽ സോൾവ് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി എളുപ്പമുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിലെ പലിശ എന്ന് പറയുന്നത് വരും. ഫസ്റ്റ് ഇയറിലെ പലിശ എന്ന് പറയുന്നത് P ഇൻറ്റു R/100. ഇതാണ് ഫസ്റ്റ് ഇയറിലെ പലിശ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലെ പലിശ എന്ന് പറയുമ്പോൾ കൂട്ടുപലിശയ്ക്കകത്ത് ആ പ്രിൻസിപ്പൽ എമൗണ്ടിനോട് കൂടി ഫസ്റ്റ് ഇയറിലെ പലിശ കൂടി കൂടും. ഇപ്പൊ എന്ത് കിട്ടും? P plus PR/100 പ്രിൻസിപ്പൽ എമൗണ്ടിനോട് കൂടി ആദ്യത്തെ വർഷത്തെ പലിശ കൂടി കൂടുന്നു.
അപ്പോൾ പി പ്ലസ് പി ആർ ബൈ 100 ദെൻ അതിന്റെ എന്താണ് അതിന്റെ പലിശ നിരക്ക് R/100 ഇതാണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയെടുക്കണം. കറക്റ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ വർഷ പലിശ നിരക്ക് മൊത്തം പലിശ നിരക്ക് എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് എഴുതാം? സോ PR/100 അതായത് ആദ്യത്തെ വർഷത്തെ പലിശ പ്ലസ് P പ്ലസ് PR/100 P പ്ലസ് PR/100 P പ്ലസ് PR/100 ഇൻറ്റു R/100 എന്ന് പറയുന്നതായിരിക്കും. R/100 എന്ന് പറയുന്നതായിരിക്കും 304.5 എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ വർഷത്തെ പലിശയും രണ്ടാമത്തെ വർഷത്തെ പലിശയുടെ കൂട്ടിയെടുക്കുന്നു. സോ എന്താണ് ലൈക്ക് PR എന്ന് പറയുന്നത് എന്തുവാ? PR എന്ന് പറയുന്നത് 14,500 ആണ്. അപ്പൊ PR/100 എന്ന് പറയുമ്പോൾ നമുക്ക് 145 എന്ന് കിട്ടും. 145 പ്ലസ് P പ്ലസ് 145 ഇൻറ്റു R/100 ഈക്വൽ ടു 304.5 എന്ന് എഴുതാലോ. വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 145 പ്ലസ് PR/100 പ്ലസ് 145 R/100 ഈസ് ഈക്വൽ ടു 304.5 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ വീണ്ടും PR/100 വന്നു. PR/100 എന്ന് പറയുന്നത് എന്താ? 145 തന്നെ. 145 പ്ലസ് 145 പ്ലസ് 145 R/100 ഈസ് ഈക്വൽ ടു 304.5 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 145 കൂട്ടിയാൽ നമുക്ക് 290 എന്ന് കിട്ടും. 290നെ 304.5 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 14.5 എന്ന് കിട്ടും. 14.5ന്റെ 10 ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത് 145. സോ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ 10 കിട്ടി. ഫോർ R ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 10. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. സോ ബേസിക്കലി നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് എന്താ പറയുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഇത്തിരി കൂടി എളുപ്പം ഒരു വർഷത്തെ കൂട്ടുപലിശ, അതിനോട് ആ തുക പ്രിൻസിപ്പൽ എമൗണ്ടിനോട് കൂടി രണ്ടാമത്തെ വർഷത്തെ കൂട്ടുപലിശ, മൊത്തം കൂട്ടുപലിശ കൂട്ടിയെടുക്കുന്ന തുകയോട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ അല്പം കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 10%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആയിരിക്കും. അടുത്ത ചോദ്യം, എ ബാഗ് കണ്ടെയ്ൻസ് or a bag has rupees 785 in the denomination of rupees 2, rupees 5 and rupees 10 coin. The coins are in the ratio 6:9:10. അപ്പൊ കോയിൻസ് ഉള്ള റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? 6x ഈസ് ടു 9x ഈസ് ടു 10x എന്ന് എഴുതാം. അപ്പൊ എന്താണ്? ആ 2 രൂപ കോയിൻ എത്ര എണ്ണം ഉണ്ട്? 6x ഉണ്ട്. അപ്പൊ മൊത്തം 2 രൂപ കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x ആണ്. 5 രൂപ കോയിൻ 9x എണ്ണമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ 9 ഇൻറ്റു 5 45x ആയിരിക്കും ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. 10 രൂപ കോയിൻ എന്ന് പറയുന്നത് 10x ഉണ്ട്. സോ 10 രൂപ കോയിൻ എന്ന് പറയുന്നത് 10x ഉണ്ട്. സോ 10x ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 100x. സോ മൊത്തം തുക ഇത് മൊത്തം എന്താണ്? ഇതെന്ന് പറയുന്ന നമ്പർ ഓഫ് കോയിനിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ എത്ര തുകയുണ്ടോ ആ തുക കിട്ടും. 12x 45x കൂട്ടുമ്പോൾ 57x പ്ലസ് 100 എന്ന് പറയുമ്പോൾ 157x. 157x എന്ന് പറയുന്നതാണ് എന്ത്? 785 രൂപ. Therefore, xi എന്ന് പറയുന്നത് 785 ഡിവൈഡ് ബൈ 157 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര 5 രൂപ കോയിൻ ഉണ്ട്? 5 രൂപ കോയിന്റെ എണ്ണം എത്രയാണ്? 9x. അപ്പോൾ 9 ഇൻറ്റു 5 45 5 രൂപ കോയിൻ ഉണ്ടാവും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 സ്ക്വയർ ഇൻറ്റു 3 റേസ് ടു -4 ഇൻറ്റു 3 റേസ് ടു 5. ഇത് ഉപയോഗിക്കുന്ന ഫോർമുല a റേസ് ടു x ഇൻറ്റു a റേസ് ടു y എന്ന് പറഞ്ഞാൽ a റേസ് ടു x പ്ലസ് y. ഇവിടെ 3 എണ്ണം ഉള്ളപ്പോൾ 3 റേസ് ടു 2 പ്ലസ് -4 പ്ലസ് 5. ഇപ്പൊ എന്ത് കിട്ടി? 5 2 7, 7 4 പോയാൽ 3, 3 റേസ് ടു 3 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, Ram and Shyam together can build a house in 10 days. Ram and Arun can build a house in 12 days. Shyam and Arun can build it in 15 days. Shyam, Arun and Ram start working together. In how many days they build the house? അതായത് വർക്കുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ LCM കാണുക. 10, 12, 15. നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 12, 3 എന്ന് കിട്ടും. നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 4, 1 എന്ന് കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 2 എന്ന് കിട്ടും. LCM എന്ന് പറയുന്നത് 2, 2, 4, 4, 3, 12, 12, 5, 60. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ് ആയിരിക്കും.
വർക്ക് എന്ന് പറയുന്ന 60 യൂണിറ്റ് ആണെങ്കിൽ രാമും ശ്യാമും കൂടെ 10 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 60 ഡിവൈഡ് ബൈ 10 6 യൂണിറ്റ് ആയിരിക്കും. റാമും അരുണും കൂടെ ഒരു ദിവസം 12 ദിവസം കൊണ്ട് വർക്ക് തീരുമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന 60 ഡിവൈഡ് ബൈ 12 5 യൂണിറ്റ് ആയിരിക്കും. ശ്യാമും അരുണും കൂടെ 15 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കുമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷന്റെ കൂടെ നമുക്ക് എന്ത് കിട്ടും? 2R പ്ലസ് ശ്യാം പ്ലസ് അരുൺ എന്ന് പറയുന്നത് 11 യൂണിറ്റ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ ശ്യാമിനെയും അരുണിനെയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2R is equal to 11 minus 4 equal to 7 യൂണിറ്റ്. Therefore, രാം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3.5 യൂണിറ്റ് ആണ്. രാം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3.5 യൂണിറ്റ് ആണെങ്കിൽ ശ്യാമും റാമൂടെ ചെയ്യുന്നത് 6 യൂണിറ്റ് ആണെങ്കിൽ ശ്യാം ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 2.5 യൂണിറ്റ് ആയിരിക്കും. റാം ഒരു ദിവസം ചെയ്യുന്ന യൂണിറ്റ് 3 യൂണിറ്റ് ആണെങ്കിൽ രാമും അരുണോടെ ചെയ്യുന്ന 5 യൂണിറ്റ് ആണെങ്കിൽ അരുൺ ഒരു ദിവസം ചെയ്യുന്നത് 1.5 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി 3.5 + 2.5 6, 6 1 7.5 യൂണിറ്റ് വർക്കാണ്. അപ്പൊ എത്ര ദിവസം പണിയെടുത്താൽ 60 യൂണിറ്റ് വർക്ക് തീരും? Therefore, x is equal to 60 ഡിവൈഡ് ബൈ 7.5. 60 ഡിവൈഡ് ബൈ 15 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിവൈഡ് ബൈ 7.5 എന്ന് പറയുന്നത് 8 ദിവസം കൊണ്ട് വർക്ക് കിട്ടും. If ABC are in arithmetic progression, then which one is true? ഈ ABC are in arithmetic progression എന്ന് പറയുമ്പോൾ arithmetic progression ഒരു കോൺസെപ്റ്റ് ആണ് arithmetic mean എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ടേം എയും രണ്ടാമത്തെ ടേം ബിയും മൂന്നാമത്തെ ടേം സിയും ആണെങ്കിൽ ബി എ വിളിക്കുന്ന പേരാണ് arithmetic mean. That is B is equal to A plus C divided by 2. അതായത് A plus C will be equal to 2B. ഇത് arithmetic meanന്റെ ഡയറക്റ്റ് കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വരും. ഇതെങ്ങനെ വന്നു നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 2 4 സംശയം വരും. 2 6 10 അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേം 2 + 10 12 12 ഡിവൈഡ് ബൈ 2 6 മിഡിൽ ടേം കിട്ടും. ഇതാണ് ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 66ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 67ാമത്തെ ചോദ്യം. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 8 സെന്റിമീറ്റർ. ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇഫ് ഇറ്റ് സൈഡ് ഈസ് ഡബിൾ, ആ സ്ക്വയറിന്റെ സൈഡ് ഡബിൾ ചെയ്ത് എന്ത് സംഭവിക്കും? 8 എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ ആവും. അങ്ങനെയാണ് പുതിയ പെരിമീറ്റർ ഇത്. പെരിമീറ്റർ ഈക്വൽ ടു വാട്ട്? 4a. എ എന്ന് പറയുന്നത് എന്താ? സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളം. 4 × 16 16 4 64. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ given number pattern. തന്നിരിക്കുന്ന പാറ്റേൺ എന്താ? 5 13 29 ഡാഷ് 125 253. ആസ് യൂഷ്വൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. 8 5 13 13 16 29. ഇതറിയത്തില്ല. 125 + 128 253. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. 8 16 16 കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത് വരുന്നത് വരണം 32 വരണം. 32 കഴിഞ്ഞാൽ എന്ത് വരണം? 64 വരണം. 64 + 128. അപ്പം 8 2 16 16 2 32 32 64 62 4 64 2 328. അപ്പോൾ ഇവിടെ കൂട്ടി നോക്കി കിട്ടുമോ നോക്കി. 29 + 32 29 32 കൂട്ടിയാൽ നമുക്ക് 61 കിട്ടും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇൻ ദ ഓഡ് വൺ ഔട്ട് 3:14 5:18 8:24 6:30. എന്തെങ്കിലും റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. 3ഉം 14ഉം നോക്കിയാൽ 3 + 4 7 7 × 2 14. 5:18 നോക്കിയാൽ 5 + 4 9 9 × 2 18. ദെൻ മൂന്നാമത്തെ നോക്കിയാൽ 8 + 4 12 12 × 2 24. 6 + 4 10 10 × 2 20 വരുള്ളൂ, 30 വരില്ല. സോ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഓഡ് വൺ എന്ന് പറയുന്നത്. ഇൻ എ സർട്ടൈൻ കോഡ് ഫാൻഡ ഈസ് റിട്ടൺ ആസ് LGTZG. സോ ഫാൻഡ FANTA LGTZG. നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എക്ക് കോഡ് ജി, എക്ക് കോഡ് ജി. ഇപ്പൊ സിമിലർ പാറ്റേൺ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെറ്റർ ആണ്. ജി എന്ന് പറയുന്നത് BCDEFG 7ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, 7ാമത്തെ ലെറ്റർ ആണ്. സോ അത് അപ്പം അങ്ങനെ നമ്മൾ നോക്കി. എഫ് നോക്കിയാൽ എഫിൽ നിന്ന് FGHIJKL അത് കഴിഞ്ഞ് വരുന്ന 6ാമത്തെ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. സോ ലെറ്റർ പൊസിഷനിൽ നിന്ന് 6 വീതമാണ് എന്ത് കൂടി വന്നിരിക്കുന്നത്.
ടി കഴിഞ്ഞിട്ടുള്ള ആറാമത്തെ ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത്. എൻ കഴിഞ്ഞിട്ടുള്ള ആറാമത്തെ ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത്. അപ്പൊ അതേ രീതി നമ്മൾ ക്രിക്കറ്റിൽ അപ്ലൈ ചെയ്താൽ ഏതെങ്കിലും എന്താ ടിക്ക് നമുക്ക് എടുക്കാം. ടി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും നമുക്കറിയാം. വേറെ ഏതെങ്കിലും എടുക്കാനായിട്ട് ഓക്കെ എഫിന് എൽ ആണെങ്കിൽ എഫിന് എൽ ആണെങ്കിൽ ഇയെ സംബന്ധിച്ച് എന്ത് വരും? ഇ എന്ന് പറയുന്നത് കെ ആയിരിക്കും. ഓക്കെ, ദെൻ സി എന്ത് വരും? സി കഴിഞ്ഞിട്ട് വരുന്ന ആറാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഐ ആണ്. സോ ആറ് കഴിഞ്ഞ് വരുന്ന എസ് ടി യു വി ഡബ്ല്യു എക്സ് ആണ്. ഐ കഴിഞ്ഞിട്ട് എന്ത് വരും? ഐ കഴിഞ്ഞ് വരുന്ന ആറാമത്തെ ലെറ്റർ ഒ ആണ്. സി കഴിഞ്ഞ് വരുന്ന ആറാമത്തെ ലെറ്റർ ഐ ആണ്. കെ കഴിഞ്ഞ് വരുന്ന ആറാമത്തെ ലെറ്റർ ക്യൂ ആണ്. കോഡ് എന്ത് കിട്ടും? ഐ എക്സ് ഒ ഐ ക്യൂ കെ ഇസഡ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കോഡ് എന്ന് പറയുന്നത് ആ ലെറ്റർ കഴിഞ്ഞ് വരുന്ന ആറാമത്തെ ലെറ്റർ ആണ് അതിന്റെ കറസ്പോണ്ടിങ് കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പങ്കജ് is the son of Rajesh and Swapna, while Deepa is the only granddaughter of Sheila, who is the mother of Prakash and Swapna. If Prakash is unmarried and the brother of the wife of Rajesh, then how is Pankaj related to Deepa? Pankaj is the son of Rajesh and Swapna. രാജേഷിന്റെയും സ്വപ്നയുടെയും കൂടെ മകനാണ് ആരെന്ന് പറയുന്നത്? പങ്കജ് എന്ന് പറയുന്നത്. സോ പങ്കജ് മെയിൽ ആയതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഒരു സ്ക്വയർ കൊടുക്കാം. ലേഡി ആണെങ്കിൽ നമ്മൾ ഒരു സർക്കിൾ കൊടുക്കാം. വൈൽ ദീപ ഈസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല ഹൂ ഈസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. സോ പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയാണ് ആരെന്ന് പറയുന്നത്? ഷീല എന്ന് പറയുന്നത് പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയാണ്. സോ വി ഹാവ് എ പ്രകാശ് ഹിയർ. പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയാണ് ആരെന്ന് പറയുന്നത്? ഷീല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവരെന്ന് പറയുന്നത്? പ്രകാശും സ്വപ്നയും എന്താവണം? സിബ്ലിങ്സ് ആവണം. പ്രകാശും സ്വപ്നയും സിബ്ലിങ്സ് ആണ്. ഇഫ് പ്രകാശ് ഈസ് അൺമാരിഡ്, പ്രകാശ് അൺമാരിഡ് ആണ് തന്നിട്ടുണ്ട്. ദെൻ ആൻഡ് ദ ബ്രദർ ഓഫ് വൈഫ് ഓഫ് രാജേഷിന്റെ വൈഫിന്റെ ബ്രദർ ആണ്. അപ്പൊ രാജേഷിന്റെ വൈഫ്, അപ്പൊ സ്വപ്ന എന്ന് പറയുന്നത് ഒരു ലേഡി, രാജേഷ് എന്ന് പറയുന്നത് ഒരു ജെന്റ്, സ്വപ്നയുടെ ബ്രദർ. ഓക്കെ, സ്വപ്നയുടെ ബ്രദർ ആണ് ഒരു പ്രകാശ് എന്ന് പറയുന്നത്. സോ പ്രകാശ് എന്ന് പറയുന്നത് ഒരു മെയിലായിരിക്കണം. ദെൻ അവർ പറഞ്ഞിരിക്കുന്നത് ദീപ ഈസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. അപ്പൊ ദീപ എന്ന് പറയുന്നത് ഷീലയുടെ ഷീലയുടെ ഒരേ ഒരു ഗ്രാൻഡ് ഡോട്ടറാണ്. അപ്പൊ പ്രകാശ് അൺമാരീഡ് ആണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നത് രാജേഷിനും സ്വപ്നയ്ക്കും മാത്രമേ ഉള്ളൂ. സോ ഇവരുടെ മറ്റൊരു കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? ദീപ എന്ന് പറയുന്നത്. The question is, how is പങ്കജ് റിലേറ്റഡ് ടു ദീപ? സോ പങ്കജും ദീപ എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആണ്. അതായത് ദീപയുടെ ബ്രദർ ആണ് പങ്കജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ ട്രെയിൻ ഓഫ് ലെങ്ത് 400 മീറ്റർ ടേക്സ് 15 സെക്കൻഡ് ടു ക്രോസ് എ ട്രെയിൻ ഓഫ് ലെങ്ത് 300 മീറ്റർ ട്രാവലിംഗ് ഇൻ 60 km/h ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എലോങ് എ പാരലൽ ട്രാക്ക്. അതായത് ഒരു പാരലൽ ട്രാക്കിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു ട്രെയിനിന്റെ സ്പീഡാണ് 60 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ 60 × 5/18 എന്ന് കിട്ടും. 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 10 ആകും, ഇത് 3 ആകും. സോ 50 / 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആദ്യത്തെ ട്രെയിനിന്റെ നമുക്ക് സ്പീഡ് അറിയില്ല, നമ്മൾ അതിനെ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 400 മീറ്ററും രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 300 മീറ്ററും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ അതെടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിന്റെ കൂടെ ലെങ്ത് ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 700 മീറ്റർ ആയിരിക്കും. സമയം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 15 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സംഭവിക്കുമ്പോൾ അവയുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടിന്റെ സ്പീഡുകൾ തമ്മിൽ കൂട്ടുവാണ് വേണ്ടത്. അതായത് 50 / 3 + x എന്ന് വരും. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ കുറയ്ക്കണം, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് കൂട്ടണം. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റിലേറ്റീവ് സ്പീഡ് ഈസ് ഈക്വൽ ടു 50/3 + x is equal to distance divided by time. അതായത് 700 / 15 എന്ന് കിട്ടും. കറക്റ്റാ? 700 / 15 എന്ന് കിട്ടും. നമ്മൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ I3 15, 70 എന്ന് പറയുന്നത്
70 എന്ന് പറയുന്നത് 10, 12, 14 എന്ന് കിട്ടും. അപ്പൊ 140 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? 50 പ്ലസ് 3x ഡിവൈഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 140 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. 3 ക്യാൻസൽ ആയിപ്പോയി. therefore 3x ഇസ് ഈക്വൽ ടു 140 ഡിവൈഡ് മൈനസ് 50 ഈക്വൽ ടു 90. therefore x എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് 400 മീറ്റർ നീളമുള്ള ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 18 ഡിവൈഡ് ബൈ 5. സോ 6 കൊണ്ട് ക്യാൻസൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് 6 കിട്ടും. 18 ഇൻറ്റു 6 108. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം it was Sunday on January 1, 2006. What was the day of the week? January 1, 2010. അതായത് ജനുവരി 1, 2006 ഞായറാഴ്ചയാണെങ്കിൽ, 2006 ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ 2010 ജനുവരി 1 എന്ന് പറയുന്ന ഏത് ദിവസം വരും? 2006 മുതൽ 2007 വരെ 365 ദിവസമുണ്ട്. അതിനിടയിലുള്ള ഓഡ് ഡേ എന്ന് പറയുന്നത് 1 ആണ്. കാരണം 364 7 ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 1 കിട്ടും. 2007 മുതൽ 2008 ജനുവരി 1 വരെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ദിവസം. 2008 മുതൽ 2009 ജനുവരി 1 വരെ, 2008 ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ട് അവിടെ 366 ദിവസം 2 ദിവസം വരും. 2010 വരെ എത്രയാണ്? വീണ്ടും ഒരു ദിവസം വരും. സോ മൊത്തം ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 3 + 2 5 ദിവസം വരും. സോ ജനുവരി 1, 2006 എന്ന് പറയുന്ന സൺഡേ ആണെങ്കിൽ അത് കഴിഞ്ഞ് 5 ദിവസത്തോടെ കഴിയുന്നതായിരിക്കും ജനുവരി 1, 2010 എന്ന് പറയുന്നത്. സോ 5 ദിവസം മുമ്പോട്ടോ എന്ന് പറഞ്ഞാൽ 2 ദിവസം പുറകോട്ട്, ശനി, വെള്ളി. അപ്പൊ എന്താണ്? വാട്ട് വാസ് ദ ഡേ ഓഫ് ദ ജനുവരി 1, 2010 എന്ന് പറയുന്നത് എന്ത് വരും? ഫ്രൈഡേ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിയുടെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് സ്റ്റഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.